ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കിരണിൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ കിരണിൻ്റെ അച്ഛൻ പറയാണ്, ഞാൻ ഒരുപാട് തവണ താരയോട് പറഞ്ഞു രൂപേ, കല്യാണിയെയും കിരണിനെയും സോണിയെയും ഒക്കെ സ്വന്തം മക്കളായിട്ട് കണ്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ നമ്മൾ മനസ്സിൽ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു കോമ്പൗണ്ടിൽ 2-3 വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും താമസിക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അവിടെ താരയും കൂടി ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലം അവൾക്ക് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ രൂപ പറയാണ്, അപ്പോഴും സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള വേദന വിട്ടു പോകത്തില്ല, അതൊരിക്കലും പോവില്ല. ഈ വിക്രത്തിൻ്റെ വേറൊരു പകർപ്പാ സരയു. വിക്രത്തെ ദീപയെ പോലെ ഒരമ്മക്ക് തള്ളിക്കളയാമെങ്കിൽ സരയുവിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്ന താരയ്ക്ക് അവളെയും മാറ്റി നിർത്താം. താരയോട് ഞാൻ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. നമുക്ക് നോക്കാന്നേ. പിന്നെ ഒരു കാര്യം രൂപേ, ഈ ലോകമുണ്ടല്ലോ, അതിങ്ങനെ തന്നെ പോകത്തുള്ളൂ. എല്ലാവരുടെയും സമാധാനം തല്ലിക്കെടുത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും രോഗം വില്ലനായിട്ട് അവതരിക്കും. ഇങ്ങനെയായാലും മനുഷ്യന് സമാധാനം നഷ്ടപ്പെടണം. ഈ മനുഷ്യനെ കൊണ്ട് ദൈവമേ എന്ന് വിളിപ്പിക്കാൻ ദൈവം പലതും ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം. അപ്പം രൂപ ചോദിക്കുകയാണ്, ഇനി മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒത്ത് ഇനി എന്നാ ഒരു യാത്ര? ഓ, താൻ പറഞ്ഞോ, എപ്പോൾ വേണമെങ്കിലും ഞാൻ റെഡിയാ. ശരി, പോട്ടെ. ഫോൺ എടുത്തില്ല. പിന്നെ കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ആ നെക്ലേസ് കഴുത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. അപ്പോൾ അവിടെ ഷാരി വന്നു. ഷാരി കുറച്ച് സമയം അവിടെ നിന്നു സ്തംഭിച്ചിട്ട് അതിനുശേഷം വിളിക്കുകയാണ്, മോളെ, ഈ ഡ്രസ്സിൻ്റെ കൂടെ അമ്മ വാങ്ങി തന്ന നെക്ലേസും നന്നായിട്ട് ഇതിന് ചേരുന്നുണ്ട്. ഷാരിയും പറയാണ്, ആ വളരെ നന്നായിട്ടുണ്ട് മോളെ, നമുക്ക് ഈ നെക്ലേസൊക്കെ ഇട്ടിട്ട് പുറത്തേക്കൊന്ന് നടക്കാൻ ഇറങ്ങാം. എല്ലാവരും ഒന്ന് കാണട്ടെ. അയലത്തുകാരും ഒക്കെ കാണുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്ന നെക്ലേസ് ആണെന്ന് പറയാലോ. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ബർത്ത്ഡേ ആയിട്ട് എനിക്കൊന്നും വാങ്ങിത്തന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോഴാവുന്ന ശരിയായത്. എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് നടന്നത് മോള് കണ്ടല്ലോ. ആ കല്യാണി താര എന്ന് പറയുന്നവളെയും വിളിച്ചുകൊണ്ട് മനഃപൂർവ്വം വന്നതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇങ്ങനെ കണ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടം വിട്ട് പോവാന്ന്. അങ്ങനെ പോവണമെന്ന് അമ്മയേക്കാൾ ആഗ്രഹം എനിക്കല്ലേ. അങ്ങനെ പോയാൽ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ പറ്റുമോ? അച്ഛന് തലക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഒരു കൂട്ട് വേണ്ടേ? ആഹാ, ഇപ്പം അങ്ങനെയായോ? തലക്ക് സുഖമില്ലാത്ത ആളെ ഇവിടെ വിട്ടിട്ട് ഞാൻ നിൻ്റെ ഒപ്പം വരണം എന്നാണല്ലോ നീ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനു അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരുന്നത്. എങ്ങനെയായാലും അച്ഛനെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അച്ഛനൊന്ന് നോർമലാവുന്നത് വരെ ആരെങ്കിലും കൂട്ട് വേണ്ടേ? എനിക്ക് ഏതായാലും അയാൾക്ക് കൂട്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അമ്മ വരുന്നെങ്കിൽ ഞങ്ങൾക്കൊപ്പം വന്നോ. മനുവേട്ടനും അമ്മയ്ക്കും കൂടി ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മതി. നിന്റെ അച്ഛൻ്റെ മുഖം കാണുന്നതേ എനിക്ക് വെറുപ്പാ. അച്ഛൻ മനുവേട്ടനെ വെറുക്കുന്നതാ നമ്മുടെയൊക്കെ പ്രശ്നം. അതിനപ്പുറം എന്തെങ്കിലും ദേഷ്യം അമ്മയ്ക്ക് അച്ഛനോടുണ്ടോ? അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്താ അമ്മേ, ആൻറ്റി സ്വത്തൊക്കെ മക്കൾക്കും മരുമക്കൾക്കും എഴുതി കൊടുത്തോ? അതിൻ്റെ ദേഷ്യമാണോ അമ്മയ്ക്ക്? ഏയ്, മോളുടെ ആൻറ്റി പാവാ. മോളുടെ അച്ഛനാണ് അസുരൻ. അതെന്താണെന്ന് അമ്മ അങ്ങനെ പറഞ്ഞത് എന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതെന്താണെന്ന് ഞാൻ മോളെ മനസ്സിലാക്കിയാൽ നീ എന്നേക്കാൾ കൂടുതൽ അച്ഛനെ വെറുക്കും. ദയവ് ചെയ്ത് എൻ്റെ പൊന്നും മോളെ എന്നോടൊന്നും കുത്തി ചോദിക്കരുത്. മോള് വാ. വെയിൽ കുറച്ചുകൂടി പോയിട്ട് പുറത്തു പോയാൽ മതിയായിരുന്നല്ലോ അമ്മേ. വെയിലൊക്കെ താഴ്ന്നു. പിന്നെ പ്രസവത്തോടെ അടുക്കുക, കുറച്ചൊക്കെ നടക്കണം. ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് സ്റ്റെപ്പൊക്കെ ഇറക്കുകയാണ്. അപ്പോഴാണ് വീട്ടിനകത്ത് നിന്ന് കല്യാണിയും താരയും ഇറങ്ങി വരുന്നത് കണ്ടത്. കല്യാണി ചോദിക്കുകയാണ്, ഇന്ന് പിറന്നാളാണല്ലേ? അപ്പോൾ സരയു, ആണെങ്കിൽ നിനക്ക് എന്ത് വേണം? അല്ല, കഴുത്തിൽ കിടക്കുന്നത് പിറന്നാൾ സമ്മാനമാണെന്ന് തോന്നുന്നു. ആരാ അത് പ്രസൻറ്റ് തന്നെ? ആരെങ്കിലും ആയിക്കോട്ടെ, അതിന് നിനക്കെന്താ? ഉടൻ ഷാരി പറയാണ്, ഞാനാ ഇത് മോൾക്ക് പ്രസൻറ്റ് കൊടുത്തത്. അതെ, നിൻ്റെ അമ്മയാണ് നിനക്ക് പ്രസൻറ്റ് തന്നെ. അത് നിനക്കറിയാമോ? പിന്നെ എന്തിനാ ചോദിച്ചേ? കല്യാണി, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്തായാലും നല്ല ഫാഷനുള്ള മാലയാ. അമ്മ മനസ്സറിഞ്ഞ ഇത് മോൾക്ക് വാങ്ങിക്കൊടുത്തത്. പിന്നെ താരയെ നോക്കിയിട്ട് പറയാണ്, അല്ലേ? അപ്പോൾ സരി പറയാണ്, അതെന്തിനാ നീ ഇവളോട് ചോദിക്കുന്നേ?
എൻ്റെ അമ്മ എനിക്ക് നല്ലത് മാത്രമേ വാങ്ങിത്തരാറുള്ളൂ. അതെ അതെ, അങ്ങനെയേ വാങ്ങിത്തരാറുള്ളൂ. ഞാൻ ദേ അവളുടെ മോളാണെന്ന് പറഞ്ഞ് നടക്കുക അവള്. അങ്ങനെ ഒരുത്തിയെ അടുത്ത് വിളിച്ചിരുത്തിയത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. നീയും നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവനും കൂടിയാ ഈ കള്ളക്കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ നിന്റെ അമ്മായി അച്ഛനുണ്ടല്ലോ, ചന്ദ്രസേനൻ, അവനും ഇതിനകത്ത് പ്രതിയാ. ആരൊക്കെ എവിടെയൊക്കെ പ്രതികളാണെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പം നടക്കാനിറങ്ങിയതല്ലേ, എന്നാ നടക്ക്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചോ അവരെ തന്നെയാണ് കണ്ടത്. നീ കാണേണ്ട മുഖങ്ങൾ തന്നെയാണ് ഞങ്ങളുടേത്, പ്രത്യേകിച്ച് ആൻറ്റിയുടെ. ഇവളുടെ മുഖം കാണുന്നതിനേക്കാൾ നല്ലത് തെരുവിൽ പുഴുക്കൾ അരിച്ചു കിടക്കുന്ന നായ്ക്കളെ കാണുന്നതാ. ആ വാക്ക് താരയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെയുള്ള ആൻറ്റിക്ക് എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കാണും. അന്ന് നീ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നും. പിന്നെ ശാരി പറയാണ്, നീ വാ മോളെ, നമുക്ക് പോകാം. ഡി, നീ നിന്റെ അമ്മയോട് പോയി ചോദിക്ക്, അവർ തന്നെയാണോ നിന്റെ അമ്മ എന്ന്. ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും, പക്ഷേ അച്ഛൻ അവകാശികൾ വേറെയും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ സ്വന്തം അച്ഛൻ നിന്നെ മോളായിട്ട് കരുതാത്തത്. ആയിക്കോട്ടെ, പക്ഷെ അയാൾ എൻ്റെ അച്ഛനല്ല എന്ന് എൻ്റെ അമ്മ ഒരിക്കലും പറയില്ല. ഇനി അങ്ങനെ പറഞ്ഞാലും എനിക്കതിൽ വിഷമവും. എനിക്ക് അച്ഛനില്ലടി, ജനിച്ചതിൽ പിന്നെ അതുണ്ടായിട്ടുമില്ല. എന്നോ ഇല്ല. എന്നാ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അതേപ്പറ്റി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. നീ ചെല്ല്. ഞാൻ ഇന്നോ നാളെയോ ഈ നാട്ടിൽ നിന്ന് പോവുകടി. കല്യാണി ചിരിക്കുക. അപ്പോൾ സരയു പറയാണ്, അങ്ങനെ പോകുന്നത് നിന്നെപ്പോലുള്ളവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ മനുവേട്ടനുമായിട്ട് അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ മരിച്ചെന്ന് വിശ്വസിക്കുന്ന നീയൊക്കെ ശരിക്കും മരിക്കുമടി. അപ്പോൾ താര എന്തൊക്കെയോ ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തോ അടിയെന്ന് ചോദിക്കുകയാണ് സരയു. അപ്പോൾ കല്യാണി പറയുകയാണ്, നിൻ്റെ ഭർത്താവ് ഒരു കള്ളനാണ് എന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ സരയു പറയാണ്, നീ ആടി കള്ളി, എൻ്റെ കുഞ്ഞ് നിൻ്റേതാണെന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നീ ആടി കള്ളി. അത് കേട്ടപ്പോൾ താരയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി. അപ്പോൾ കല്യാണി പറയാണ്, മിണ്ടരുത്, നീ മിണ്ടരുത്. മിണ്ടിയാലുണ്ടല്ലോ നിൻ്റെ കരണം പുകയും. മോളെ ഇങ്ങോട്ട് വാ, വരാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ശാരി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീണ്ടും സരയു പറയാണ്, എടി, ആരോഗ്യമുണ്ടെങ്കിൽ നീ പോയി കൈവെക്കടി. അവൾക്ക് മക്കളെ വേണമെങ്കിൽ നീ അവളുടെ മോളാക്. ആര് മോളാവുമെന്ന് കാണിച്ചു തരാടി. ഓ ആയിക്കോട്ടെ, മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സരയുവിനെ ശാരി കൂട്ടിക്കൊണ്ടു പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ താരയ്ക്ക് വല്ലാതെ സങ്കടമായി. താര കരയാണ്. അപ്പോൾ കല്യാണി പറയാണ്, എന്തിനാ ആൻറ്റി അവരോട് ഓരോന്നൊക്കെ പറയാൻ വേണ്ടി പോയേ? കുറച്ച് കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടും അവൾക്ക്. ആ സമയത്ത് അവൾ പറഞ്ഞതിനൊക്കെ അവൾ പ്രായശ്ചിത്തം ചെയ്തോളും. ഇനി അവൾ സ്വന്തം മകളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലും അരികിൽ വരുന്ന അവൾ ആൻറ്റിയെ സ്നേഹിക്കില്ല. ആൻറ്റിക്ക് മക്കളായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക ലാപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രകാശൻ വരികയാണ്. അപ്പോൾ പ്രകാശനെ കണ്ടപ്പോൾ തന്നെ കാർത്തിക ചിരിച്ചു. എന്താ ഒരു പരിങ്ങല്, ഞാൻ അച്ഛൻ്റെ മോളല്ലേ, ഇരിക്കേ. അയ്യോ, എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്പനിയുടെ MD അല്ലേ മോള്. മോളെ മുമ്പിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അച്ഛൻ ഇപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ MDയും കൂടിയാ. ഇരിക്കേ. അപ്പം പ്രകാശൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഇതേ കസേരയിൽ എൻ്റെ മോനെയും MDയെ പോലെ ഇരുത്താൻ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, നാളെ എൻ്റെ മോൻ്റെ റിമാൻഡിൻ്റെ കാലാവധി കഴിഞ്ഞു. ഓ, ഞാൻ പറഞ്ഞല്ലോ മോളെ, അവൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ അവൻ്റെ മുൻ ഭാര്യയും പെങ്ങളും മാത്രമല്ല, അവൻ്റെ അമ്മയും കൂടിയാ. നാളെ അവരൊക്കെ കോടതിയിൽ വരും. പിന്നെ കോടതിയിൽ വാദിക്കാൻ വേണ്ടി പോകുന്നത് അവളായിരിക്കും, ആ കല്യാണി. അവൾ വാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വീണ്ടും അകത്തോട്ട് പോകുമെന്ന എൻ്റെ പേടി. അല്ല, അന്ന് ഒരുപക്ഷെ വാദിച്ചത് ഈ കല്യാണിയാണ് എൻ്റെ മോനെതിരെ. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛൻ വെറുതെ മണ്ടത്തരം പറയല്ലേ. അന്ന് കല്യാണിക്കെതിരെ അച്ഛനും അച്ഛൻ്റെ മകനും പരാതി കൊടുത്തത് കൊണ്ടാണ് കല്യാണിക്ക് വാദിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ പറ്റും, ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷേ മറ്റൊരാളുടെ കേസ് എനിക്ക് വാദിക്കാൻ കഴിയില്ല. അതിന് വക്കീൽ തന്നെ വേണം. അന്ന് വിക്രം കല്യാണിക്കെതിരെ പരാതി കൊടുത്തില്ലേ, ആ കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ വാദിച്ചത്. ഓ, അപ്പോൾ അവൾ വാദിക്കില്ലല്ലേ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടല്ലോ മോളെ, ഈ ഭയങ്കര പണക്കാരാ. വലിയ വലിയ വക്കീലന്മാരെ വെക്കാനുള്ള അവസ്ഥ അവർക്കുണ്ട്. അങ്ങനെ വലിയ വലിയ വക്കീലിനെ വെച്ച് വാദിച്ച് എൻ്റെ മോനെ വീണ്ടും റിമാൻഡിലാക്കിയാലോ? പിന്നെ പണത്തിന് പഞ്ഞമുള്ളത് നമുക്കാണോ? വിക്രത്തെ ഇറക്കാൻ വേണ്ടി അവർ കൊടികെട്ടിയ വക്കീലിനെ കൊണ്ടുവന്നാൽ അതിന് മുകളിൽ കൊണ്ടുവരാൻ എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ലീഗൽ അഡ്വൈസർ ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് കല്ലൂർ കൈലാസ്. അദ്ദേഹം മതി ഈ പറയുന്ന കല്യാണിയെയും അവളുടെ ബന്ധുക്കളെയും ഒക്കെ പൊളിച്ചെടുക്കാൻ.
ആ ഇത് മതി മോളെ, ഇത് മതി, ഇത് മതി. മോളുടെ ഈ വാക്ക് തന്നെ മതി എനിക്ക് മോളെ വിശ്വാസമാണ്. ഞാൻ നിങ്ങളെ അച്ഛനായി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അവനെൻ്റെ ആങ്ങള മാത്രമല്ല, അവനെ പോലെ ഒരുത്തൻ കൂടെയുണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാണ്. അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും മോളെ. മോളെ പോലെ അവൻ. അതൊക്കെ എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അച്ഛനെ തന്നെ ഞാൻ ഡ്രൈവറായി നിയമിച്ചു. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പോലും ഞാൻ അറിയാറില്ല. അതുപോലെ തന്നെ കമ്പനിയിലേക്കും എനിക്ക് എപ്പോഴും വരേണ്ട കാര്യമില്ല. അമ്മുമ്മയും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരാങ്ങളയെ കൂടി കിട്ടാൻ പോവാ. അതിനാര് തടയിട്ടാലും അവരാരും ജയിക്കാൻ പോകുന്നില്ല. വിക്രം പുറത്തിറങ്ങുകയും ചെയ്യും. ഈ കമ്പനിയുടെ തലപ്പത്ത് അവനെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും. പ്രകാശന് സന്തോഷമായി. അപ്പോൾ കാർത്തിക പറയാണ്, അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ. റിമാൻഡിൻ്റെ കാലാവധി കഴിഞ്ഞ് കോടതിയിലേക്ക് എത്തുന്ന വിക്രം പിന്നെ ജയിലിലേക്ക് പോവില്ല. അത് ഞാൻ തരുന്ന ഉറപ്പാ. പ്രകാശൻ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. എന്നിട്ട് പറയാണ്, മോളോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ എനിക്ക് വേറെ ഒന്നുമില്ല മോളെ. നന്ദിയുണ്ട്, നന്ദിയുണ്ട് മോളെ എന്ന് പറഞ്ഞ് പ്രകാശൻ എണീറ്റു. എൻ്റെ മോനെ അതിവിദഗ്ധമായി കുടുക്കിയ പെൺകുട്ടികളാണ് സോണിയും ശ്വേതയും ശരണിയും ഒക്കെ. അവനെ മാത്രമല്ല, അവനെ ജനിപ്പിച്ച തന്തയെയും ആ കിളവിയായ അമ്മുമ്മയും ഞാനൊരു നോക്കത്തിൽ കെട്ടും. എന്നിട്ടാണ് എടുത്തിട്ട് വലിച്ചിഴക്കാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. കല്യാണി പറയാണ്, നാളെയാ വിക്രത്തെ കോടതിയിൽ വീണ്ടും പ്രസൻറ്റ് ചെയ്യുന്നത്. നീ പോകുന്നുണ്ടോ? പോയാലും അവനെതിരെ വാദിക്കാനൊന്നും പറ്റില്ല. അന്ന് എൻ്റെ കേസാണ് ഞാൻ വാദിച്ചത്. മറ്റുള്ളവരുടെ കേസ് വക്കീലന്മാർക്കേ വാദിക്കാൻ പറ്റൂ. ഞാൻ ഈ സംഭവമൊക്കെ മറന്നുപോയി. അല്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ നമുക്ക് വെക്കാമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട കിരണേട്ടാ. അവന് കിട്ടേണ്ടത് കിട്ടിയല്ലോ. കിട്ടേണ്ടത് കിട്ടിയെന്ന് മാത്രമല്ല, ജയിലിൽ കിടന്നവൻ ശരിക്കും അനുഭവിച്ചു. അച്ഛൻ്റെ പരിചയത്തിലുള്ള ആളാ ജയിൽ സൂപ്രണ്ട്. അദ്ദേഹത്തോട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അവൻ ആവശ്യത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ സോണിയെ വിളിച്ചപ്പോഴും പറഞ്ഞു, ഇനി കേസിനും വഴക്കിനും ഒന്നും പോകണ്ടെന്ന്. അവന് ജാമ്യം കിട്ടുമോ? സാധ്യത കുറവാ. അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കിയാൽ സാധ്യത കുറവാ. പിന്നെ അവന് വേണ്ടി കോടതിയിലെത്തുന്ന വക്കീലിനെ മിടുക്ക് പോലിരിക്കും. പ്രകാശൻ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയാലും രാജകുമാരന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. രാജകുമാരൻ? കള്ളൻ എങ്ങനെയാണ് രാജകുമാരനാവുന്നത്? അവൻ നിൻ്റെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും മുമ്പിൽ കള്ളനാവില്ല കല്യാണി. ഈ ജന്മം മുഴുവൻ അവർക്കവൻ രാജകുമാരൻ തന്നെയാണ്. അപ്പോഴും അയാൾ അംഗീകരിക്കാത്ത ഒരാളുണ്ട്. സ്വന്തം മോളാണെന്ന് അംഗീകരിക്കാത്ത ഒരാൾ. ഇനി എനിക്ക് അങ്ങേരുടെ അംഗീകാരം വേണ്ട. എന്നെ സ്നേഹിക്കുകയും അടക്കി പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. സന്തോഷത്തോടെ കല്യാണി കിരണിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. അമ്മുമ്മ കാത്തിരിക്കുകയാണ് കൊച്ചുമോനെ. അപ്പോഴാണ് പ്രകാശനും കാർത്തികയും കൊച്ചുമോനും കാറിൽ വന്ന് ഇറങ്ങുന്നത്. മോനെ എന്ന് വിളിച്ച് അടുത്തേക്ക് വരികയാണ് സന്തോഷത്തോടെ. മക്കളെ എന്ന് വിളിച്ച് അമ്മുമ്മ അടുത്തേക്ക് വരിക. പ്രകാശം നല്ല സന്തോഷത്തിലാണ്. ഇതാ അമ്മേ, എൻ്റെ രാജകുമാരൻ എത്തിയ അമ്മേ, നമ്മുടെ രാജകുമാരൻ എത്തിയ അമ്മേ. മക്കളെ, അമ്മുമ്മയുടെ കാല് തൊട്ട് വന്നിക്കടാ. സന്തോഷത്തോടെ അമ്മുമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. കാർത്തിക മാറി നിന്ന് ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ പ്രകാശം പറയാണ്, മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു അമ്മേ. മുന്തിയ വക്കീലിനെയാണ് അമ്മേ മോൾ ഇറക്കിയത്, അഡ്വക്കേറ്റ് കൈലാസ്. അയാൾ നടത്തിയ പ്രകടനം ഉണ്ടല്ലോ, ജഡ്ജി വീണു. നമ്മുടെ മോൻ ഇറങ്ങി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പുറത്തിറങ്ങാൻ കഴിയുമെന്ന്. അമ്മേ, അവളുമാരാരും വന്നില്ല. കല്യാണി വന്നില്ല, സോണി വന്നില്ല, ആരും വന്നില്ല സാക്ഷി പറയാൻ. എൻ്റെ മകൻ പുറത്തിറങ്ങി. അപ്പോൾ കാർത്തിക പറയാണ്, വന്നിട്ടും രക്ഷയൊന്നുമില്ല. ഇന്ന് വിക്രത്തെ പുറത്തിറക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പോയതെങ്കിൽ അത് 100% പൂർത്തിയാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരുമായിരുന്നുള്ളൂ. ഇനി എൻ്റെ മോളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം എന്ത് കാര്യവും ചെയ്യാൻ. ഇനിയുള്ള നമ്മുടെ എല്ലാ മുന്നൊരുക്കങ്ങളും സൂക്ഷിച്ചു വേണം അമ്മേ, പ്രകാശൻ അമ്മയോട് പറയാണ്. കാരണം ഇവനെ കള്ളക്കേസ് കൊടുക്കാൻ ആൾക്കാർ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ കാർത്തിക പറയാണ്, ഇനിയിപ്പോൾ ആരും വിക്രത്തെ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കിയാൽ അവരും കുടുങ്ങും. ചെന്നൈ കടന്ന് സകല കളികളും പഠിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിൽ ഒന്നാമതെത്തിയത്. അതുകൊണ്ട് വിക്രത്തിനെതിരെ ആരെങ്കിലും നീങ്ങിയാൽ അന്നവരുടെ അവസാനമായിരിക്കും. ഇതൊക്കെ കേട്ടപ്പോൾ പ്രകാശനും മകനും നല്ല എന്തെന്നില്ലാതെ സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.